നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾക്ക് ഒരു പരിധിവരെ ആശ്വാസം നൽകാൻ നമ്മുടെ പ്രകൃതിക്ക് തന്നെ സാധിക്കും. ഒരു ചെടി നട്ടു വളർത്തുന്നതിലൂടെ തന്നെ ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ ഉന്നമനം ഉണ്ടാകുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇതിനെ പറ്റിയാണ്, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം വെള്ളയാണി കാർഷിക കോളേജ് കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബേലയാണ്. സ്വാഗതം ചെയ്യാം. സ്വാഗതം മാഡം സാമൂഹ്യ പാഠത്തിലേക്ക്. ഈ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്ന ഒരു വാക്ക് താരതമ്യേന പുതുമയുള്ളതാണ്. അപ്പോൾ എന്താണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് ഒരു വിഷയമാണ് വാസ്തവത്തിൽ. ഇത് പുതുമയെന്ന് പറയുമ്പോൾ 1971 തൊട്ട് ഈ ഒരു ടേം ഉപയോഗിക്കുന്നുണ്ട്. കാൻസസ് യൂണിവേഴ്സിറ്റിയിൽ 1971 തൊട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെയുണ്ട്. BSc ലെവൽ കോഴ്സുണ്ട്, MSc കോഴ്സുമുണ്ട്. ഇത് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് കൃഷിയും മനഃശാസ്ത്രവും രണ്ടും ഒന്നിച്ചു കൊണ്ടുവന്ന് രണ്ട് ഡിസിപ്ലിനും രണ്ട് സബ്ജക്റ്റിനെ ഒരുമിച്ച്, രണ്ട് വിഷയങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് മനുഷ്യനെ എങ്ങനെ മനുഷ്യന് ഉപകാരപ്പെടുത്താൻ പറ്റും, മനുഷ്യൻ്റെ മാനസിക വൈകല്യങ്ങളെ എങ്ങനെ മാറ്റാൻ പറ്റും, അവരുടെ ടോട്ടൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഒരു മനുഷ്യ വികസനത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന വിഷയത്തിൽ അടങ്ങിയിരിക്കുന്നത്. ശരിക്കും ഇതിന്റെ ഒരു ഉത്ഭവം എങ്ങനെയായിരുന്നു മാഡം? ഈ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഇത്രയും ഒരു നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലേക്ക് ഒരു കൃഷിയെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു തുടക്കം? ശരിക്കും സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് ഒരുപാട് പേര് വൈകല്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ദാറ്റ് ഈസ് സോൾജേഴ്സ്. അവരെങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്ന് ഉള്ള ഒരു ഇതിൽ കൃഷിയിൽ കൂടി അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ കൃഷിയിലെന്ന് പറയുമ്പോൾ നോർമൽ കൃഷി ട്രെയിനിങ് ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ അവർ തിരിച്ച് കാലിന് സ്വാധീനക്കുറവുള്ളവർ, കൈക്ക് സ്വാധീനക്കുറവുള്ളവർ, അവർക്ക് പല രീതിയിൽ നമുക്കിവരെ ട്രെയിൻ ചെയ്യാമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു അന്ന് അവർ ശരിക്കും ആഫ്റ്റർ വേൾഡ് വാർ ഇതൊരു ഇൻകം ജനറേഷന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ റീഹാബിലിറ്റേഷന് വേണ്ടിയായിരുന്നു. ദേ ഡിഡ് നോട്ട് ആക്ച്വലി അവിടെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായിട്ട് ഇവർക്കൊരു സുഖം കിട്ടാൻ വേണ്ടിയല്ല ആ ഉദ്ദേശം അത് തുടങ്ങിയത്. എന്നാൽ അന്ന് കണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ മോർ ദാൻ ഇൻകം ജനറേഷൻ ഇത് അവർക്ക് വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടായി. അപ്പം അങ്ങനെ ആ ഒരു ഡിസിപ്ലിനെ കുറച്ചും കൂടെ ആ ഒരു ഏരിയയെ ഒരു വിഷയമാക്കി മാറ്റുകയും തുടർന്ന് അത് അമേരിക്കയിലെ കാൻസസ് യൂണിവേഴ്സിറ്റി അതൊരു വിഷയമായിട്ട് തന്നെ കോഴ്സായിട്ട് അത് നൽകുകയും ചെയ്തു. ഇപ്പോഴും അവർ വളരെ ഫ്രണ്ടിലാണ്. അഗ്രബിലിറ്റി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്, നാഷണൽ അഗ്രബിലിറ്റി പ്രോജക്റ്റ്. അത് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ വേൾഡിലും അവരത് റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്നത് ആർക്കാണ് ഇങ്ങനൊരു തെറാപ്പി വഴി? ശരിക്കും ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എല്ലാവർക്കും പ്രയോജനപ്രദമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ശരിക്കും ചെടി വളർത്തുകയാണെങ്കിൽ എന്നും വൈകുന്നേരം വെള്ളം ഒഴിക്കുകയോ അത് വളരുന്നതൊക്കെ കാണുമ്പോൾ മനുഷ്യർക്ക് വളരെ ഒരു സന്തോഷം നൽകുന്നതാണ്. ഈൽഡ് നമുക്ക് കിട്ടുമ്പോൾ അത് വലിയ സന്തോഷമാണ്, വിളവ് കിട്ടുമ്പോൾ അതിലും വലിയ സന്തോഷം. പക്ഷേ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി നമ്മൾ വളരെ ഗോൾ സ്പെസിഫിക് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് വൈകല്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്ക്. അതിൽ ഓരോ തലത്തിനും പ്രത്യേക തരം മോഡ്യൂൾസ് ഉണ്ട്. ഇപ്പോൾ ബുദ്ധിപരമായ പ്രോബ്ലംസ് ഉള്ള ഇന്റലക്ച്വൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ രീതിയിലാണ് കൊടുക്കുന്നത്. ഓട്ടിസം അവർക്ക് വേറെ രീതിയിലാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കൊടുക്കുന്നത്. അതേസമയത്ത് സ്പീച്ച് പ്രോബ്ലം ഉള്ളവർക്ക്, സംസാരിക്കാൻ വിഷമമുള്ള കുട്ടികൾക്ക്, കേൾവി പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക്, അങ്ങനെ ഓരോ വിഭാഗക്കാർക്കും വ്യത്യസ്തമായ രീതിയിലാണ് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കൊടുക്കുന്നത്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ഒരു ഗോൾ സ്പെസിഫിക് ആണ്. അവർക്ക് എന്താണോ ലിമിറ്റേഷൻസ് ഉള്ളത്, എന്താണ് ഇഷ്യൂ ഉള്ളത്, എന്താണ് പ്രോബ്ലം ഉള്ളത്, ആ പ്രോബ്ലത്തിന് പരിഹരിക്കാനാണ് നമ്മൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി. അപ്പോൾ ഒരു മേജർ വിഭാഗം എന്ന് പറയുന്നത് വൈകല്യം അല്ലെങ്കിൽ വിഭിന്ന ശേഷിയുള്ളവർക്ക്. രണ്ടാമത്തത് പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ക്യാൻസർ പേഷ്യൻസിന് ഇത് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസ്, ഡിമെൻഷ്യ വന്ന ആൾക്കാർക്ക്, പിന്നെ അൾഷിമേഴ്സ് പേഷ്യൻസ്, അതുപോലെ ഓൾഡ് ഏജിലെ എല്ലാവർക്കും എന്നുവെച്ചാൽ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, മക്കളൊക്കെ വലുതായി അവർ എല്ലാം സെറ്റിൽഡ് ആയിട്ട് ഇവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തൊരു. എനിക്ക് ഈ അടുത്തൊരു നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് വരാം. നമുക്ക് ആദ്യത്തെ കോളർ റെഡിയാണ്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? അനിൽ എന്നാണ് എൻ്റെ പേര്, ഇടുക്കിന്ന് വിളിക്കുന്നു. ചോദിച്ചോളൂ സർ. നമസ്കാരം. നമസ്കാരം, പറയൂ അനിൽ, എന്താണ് ചോദിക്കാനുള്ളത്? ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക്
ഒത്തിരി ചോദിക്കാനുണ്ട്. അപ്പൊ സമയപരിധി കൊണ്ട് കുറച്ചേ ചോദിക്കുന്നുള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഇത് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ ഒരു ഉണ്ടോ? അത് നമ്മുടെ കാർഷിക സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ടാണോ ഇതിന്റെ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന മറുപടി ഒന്ന് വരാമോ ഡോക്ടർ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. നമ്മുടെ സർവകലാശാല വഴിയാണോ നമുക്ക് ആ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ ലഭിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ട്രെയിനിങ് ആണോ ഉദ്ദേശിച്ച? ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ട്രെയിനിങ് ആണോ അനിലിന് വേണ്ടത്? ട്രെയിനിങ് അല്ല, അല്ലാണ്ട് ഈ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി റീഹാബിലിറ്റേഷൻ ആയിട്ടല്ല നടത്തുന്നത്. അപ്പൊ അത് കിട്ടുക എവിടുന്ന് ലഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പോൾ വാസ്തവത്തിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ ഒരു നമ്മൾ 14 ഡിസ്ട്രിക്റ്റിലും ഓരോ സ്കൂൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് സ്കൂളുകളിൽ അവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലെ ടീച്ചേഴ്സിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എങ്ങനെയാണ്, അത് മെയിൻലി സ്കൂളിൽ പഠിക്കുന്ന വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ ആ ഓരോ ഡിസ്ട്രിക്റ്റിലെയും സ്കൂളുകളിൽ ഗാർഡൻ നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡൻ വ്യത്യസ്തമായ ഗാർഡൻ ആണ്. ഒരു സാധാരണ പൂന്തോട്ടമല്ല. ഒരു കുട്ടിക്ക് അവിടെ പ്രവർത്തനത്തിനുള്ള ഫങ്ഷണൽ ഗാർഡൻ എന്ന് പറയും. പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നമ്മൾ സജീവമാക്കി വെക്കും. അപ്പം അങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ സെന്റേഴ്സ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കാർഷിക സർവകലാശാലയിലെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണിയിൽ. സർ, സ്ക്രീനിൽ ഒരു നമ്പർ കാണിക്കും, അത് നോട്ട് ചെയ്തോളൂ. നന്ദി സർ. മാഡം, നമ്മൾ സംസാരിച്ചു വന്ന കാര്യം. അപ്പൊ ഞാൻ ഈ അടുത്ത് ഒരു യാദൃശ്യമായിട്ടൊരു അങ്കിളിനെ പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയൊക്കെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആള് ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു, ഭാര്യ മരിച്ചുപോയി, മക്കളെല്ലാവരും സെറ്റിൽഡായി, അദ്ദേഹം ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയെ കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ചെടികളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടുകാര്. അപ്പൊ എന്നും ചെടികളെ പരിപാലിക്കുക, വെള്ളം ഒഴിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന വെള്ളങ്ങൾ അദ്ദേഹം എടുക്കും, മറ്റു അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കും. ചിലപ്പോൾ അങ്ങനെ വിൽക്കാനൊന്നും മാത്രമില്ല, എന്നാലും അതൊരു വളരെയധികം എന്നെ ഇപ്പോൾ ഒറ്റപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യുന്നില്ല, വളരെ ഹാപ്പി ആവുന്ന, എപ്പോഴും പീപ്പിൾ പ്ലാന്റുമായിട്ട് ഞാൻ പ്ലാന്റ്സുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇതിനൊരു ബേസ് എന്ന് പറയുന്നത് പീപ്പിൾ പ്ലാന്റ് കണക്ഷൻ തിയറി എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഉണ്ട്, സൈക്കോളജിക്കൽ തിയറി. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. അപ്പോൾ ഈ നമ്മൾ ജസ്റ്റ് ലൈക്ക് ഒരു അമ്മ കുട്ടിയായിട്ട് കണക്റ്റഡ് ആവുന്നത് പോലെ, സഹോദരങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നത്, ഫ്രണ്ട്സ് തമ്മിൽ കണക്റ്റഡ് ആവുന്നത് പോലെ പ്ലാന്റുമായിട്ട് നമുക്ക് പീപ്പിളിന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ശരിക്കും സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപോലെ അല്ല. ഇപ്പോൾ ഒരു ഓട്ടിസം ചൈൽഡ് ആണെങ്കിൽ അവരുടെ കൈ ഭയങ്കര സ്റ്റിഫായിരിക്കും. അപ്പോൾ അവർക്ക് സാധാരണ കൊടുക്കുന്നത് ഒരു സോഫ്റ്റ് ബോളാണ്. സോഫ്റ്റ് ബോൾ അവർക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഫിംഗർ എക്സസൈസ് കൊടുക്കും. അപ്പൊ ഇവർ ഒരു 1 hour ഒരു ബോളായിട്ട് ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ മൊണോട്ടണസ് ആണ്, നമുക്കായാലും മൊണോട്ടണസ്. അപ്പൊ ഒരു ഓട്ടിസം ചൈൽഡ് അവർക്ക് അധികം പേഷ്യൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു സ്പോഞ്ച് കൊടുക്കും. സ്പോഞ്ച് കൊടുത്തിട്ട് കുട്ടി ആ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കും. അപ്പൊ സ്പോഞ്ചിൽ വെള്ളം നിറയും. എന്നിട്ട് സ്പോഞ്ച് ഇങ്ങനെ ചെയ്താണ് വെള്ളം ഒഴിക്കുക, ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നത് മാത്രമായിരിക്കും കുട്ടിയുടെ ഫോക്കസ്, പക്ഷെ അതിനോടൊപ്പം തെറാപ്പി നടക്കുകയാണ്. സോ മോസ്റ്റ് ഓഫ് ദ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ആക്ടിവിറ്റീസ് ഫിസിയോതെറാപ്പിയെ കോംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടെന്ന് നമ്മൾ പറയത്തില്ല, ഫിസിയോതെറാപ്പി പൊയ്ക്കോളൂ, ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണുക, അവർ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റി ആണോ അതിനെ നമ്മൾ ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കിളയ്ക്കുന്ന രീതിയിലോ, അങ്ങനെ ഇപ്പൊ സ്പീച്ച് തെറാപ്പി ചെയ്യുന്നവർക്ക് സാധാരണ വെള്ളം വായിക്കാത്തിട്ടിട്ട് കുറെ നേരം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറയും. അപ്പൊ നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഒഴിക്കാൻ പറയും, തുപ്പാൻ പറയും. അപ്പൊ കുട്ടി ശരിക്കും വെള്ളം ഒഴിക്കുന്നതാണ്, എന്നാൽ തെറാപ്പിയും നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയിൽ നമ്മളത് പ്രിപ്പയർ ചെയ്യും, യുണീക്കായിട്ട് ഗോൾ സ്പെസിഫിക് ആയിട്ട്. ഒരു 5-6 ആക്ടിവിറ്റീസ് ആയിരിക്കും അത് കണ്ടിന്യൂസ് അവർ ചെയ്യുന്നത്. പിന്നെ ഈ പീപ്പിൾ പ്ലാന്റ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു 10 ചെടിയോളം നമ്മൾ ഒരു കുട്ടിക്ക് കൊടുക്കും. ആ ഓരോ ചെടിക്കും കുട്ടി തന്നെ പേരുകളിടും. ഇപ്പൊ വെണ്ടയാണ്, ഇപ്പൊ വെണ്ടയാണെങ്കിൽ ചിച്ചു വെണ്ട, ചിച്ചു എന്നുള്ള പേര് കുട്ടി ഇടുന്നതാണ്. അപ്പൊ ഈ കുട്ടി തന്നെ ഇട്ടിട്ട് പിന്നെ ഈ ചെടികളെയൊക്കെ അവര് ആ പേരിലാണ് അഡ്രസ് ചെയ്യാം, മനസ്സിലായി? അപ്പൊ രാവിലെ വരുമ്പോൾ നമ്മളായാലും അവരോട് ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട്
ചെടികളൊക്കെ ഇങ്ങനെ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ പറയുന്നത്, വളരെ ക്ലോസ് ഇൻറ്റിമേഷൻ അവർക്ക് വരും. അപ്പോൾ അവർ പറയുന്നത് ചച്ചു ചിരിക്കുന്നു, ചച്ചു ലൈക്ക് കുട്ടികളുടെ ഇമാജിനേഷൻസിൽ അവർ ഒരുപാട്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ഡെവലപ്പിംഗ് എ റാപ്പോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് എ കണക്ഷൻ ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് പീപ്പിൾ, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് അടിസ്ഥാനമായിട്ട്. നമുക്കൊരു കോൾ ഉണ്ട്, അതിലേക്ക് പോവാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? സാറേ, എന്റെ പേര് ചന്ദ്രമോഹൻ നായർ, നെടുമുന്നം പറയും. നെടുമുന്നം. മാഡത്തിനോട് ചോദിച്ചോളൂ സാർ. മാഡം, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നമ്മൾ പൂന്തോട്ട സംരക്ഷണത്തിന്റെ ധാരാളം ചെടികളൊക്കെ ഉണ്ടല്ലോ ഈ പൂന്തോട്ടത്തില്, റോസ്, പുഷ്പം, മുല്ല, അതുപോലുള്ള ധാരാളം ചെടികള്. അത് കേടുകൂടാതെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? എങ്ങനെ കുറച്ച് ഒരു മഴയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ കണ്ടമാനം കേടാവും, പൂക്കൾ കിട്ടാതെ വരും, അല്ലെ മുല്ലപ്പൂക്കൾ ചിലപ്പം സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സംരംഭം വരുന്നുണ്ട് പല സന്ദർഭങ്ങളിലും. അത് നമ്മൾ സംരക്ഷിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മള് സംരക്ഷിക്കാൻ പ്രത്യേകമായിട്ട് സംരക്ഷണത്തിനുള്ള ഒരു സംവിധാനം, ഈ ചൂട് കാലങ്ങളിലൊക്കെ പൂക്കളൊക്കെ സംരക്ഷിക്കാനുള്ള അത് ഒന്ന് പറഞ്ഞാൽ. അല്ല, ഇതിന് വാസ്തവത്തിൽ ഇങ്ങനത്തെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ റോസയെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് നമുക്ക് കൃഷിദീപം പോലത്തെ കൃഷി ദർശനമൊക്കെ ഉണ്ടല്ലോ, അതിൽ അതിൻ്റെതായ വിദഗ്ധരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിവിടെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത് കുട്ടികളിൽ അല്ലെങ്കിൽ കൃഷിയിൽ കൂടെ എങ്ങനെ നമുക്ക് ഒരാളെ അവരുടെ വികസനത്തിന് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു, എനിക്കിത് ഈ ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ പ്ലാന്റ് പ്രൊട്ടക്ഷൻ അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടെ പറയാൻ പറ്റുക. അല്ല, അഗ്രികൾച്ചർ എന്ന് കേട്ടോണ്ടാണ് ഞാൻ ഈ കൃഷി, നമ്മളെ പൂക്കളും അഗ്രികൾച്ചർ വരുമല്ലോ. പൂക്കൾ കൃഷിയിൽ വരുന്നത് തന്നെയാണ്, അത് സമ്മതിച്ചു. ഇപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് കൃഷിയിൽ കൂടെ വൈകല്യം അല്ലെങ്കിൽ വിഭിന്ന ശേഷിയുള്ള കുട്ടികൾക്കും മാനസിക വൈകല്യങ്ങൾ നേരിടുന്നവരെയും എങ്ങനെയാണ് നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ വിളവൊരു പ്രശ്നമേ അല്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കൃഷി, ഇപ്പോൾ പൂ കൃഷിയായാലും ശരി, പൂന്തോട്ട കൃഷിയായാലും ശരി, ഇതിൽ നമ്മൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ കൂടുതലും വെജിറ്റബിൾ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും മാഡം, ഇപ്പൊ നമ്മൾ സംസാരിച്ച കുറേ വിഷയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്നാലും അല്ലെങ്കിൽ ഒരു മുതിർന്ന ഒരു ആളായിരുന്നാലും അവരുടെ ഏത് തലത്തിലാണ് നമുക്കിത് കുറച്ച് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ആപ്ലിക്കാം? അതായത് ഒരു ശാരീരികമായിട്ടാണോ അതോ മാനസികമായിട്ടുള്ള ഒരു ഇതിലാണോ നമുക്കിത് ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ആക്ച്വലി അത് ഡിഫർ ചെയ്യും. ഇപ്പം നമ്മൾ കുട്ടികളിലാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേൾവിശേഷിയുള്ള കുട്ടികൾ, അവർ കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി അവർക്ക് ഇഫക്റ്റീവ് ആവുന്നില്ല. കാരണം അതിനോട് താല്പര്യം തന്നെ അവർ കാണിക്കുന്നത്, കൃഷിയിലോട് തന്നെ താല്പര്യം കാണിക്കുന്നത്. നമ്മൾ ഈ ഫാസ്റ്റ് ഈൽഡിങ് ക്രോപ്സ് ആണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ചീര, എന്ന് വെച്ചാൽ പെട്ടെന്ന് ഈൽഡ് വരണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പൂക്കളും ഉണ്ട്, എന്നാൽ പോലും കൂടുതൽ നമ്മൾ ഫാസ്റ്റ് ഈൽഡിങ് ക്രോപ്സിനോടാണ് നമ്മൾ കൂടുതൽ, സോ ദാറ്റ് അവരത് കണ്ട് അത് വളരുന്നത് കണ്ട് അതിൻ്റെ വിളവ് കണ്ട് അങ്ങനെ പെട്ടെന്ന് കാണും. അപ്പോൾ വളർന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിനോടൊരു താല്പര്യക്കുറവുണ്ട്. പക്ഷെ കൊച്ചു കുട്ടികൾ, ദാറ്റ് ഈസ് ഒരു 5, 6, 7 വയസ്സിലൊക്കെ നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. സ്കൂൾ തലങ്ങളിൽ വളരെ എഫക്റ്റീവാണ്. പക്ഷെ ചില കുട്ടികൾ ഈവൻ മുതിർന്നാലും അവർക്ക് ഇതിനോട് താല്പര്യമുണ്ട്. ഇതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ഇതിലും വരും, നോട്ട് ജസ്റ്റ് ഫിസിക്കലായിട്ട് മാത്രമല്ല. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഞങ്ങളുടെ അവിടെ കാർഷിക കോളേജിൽ ഇപ്പോൾ 16 കുട്ടികൾക്ക് ഞങ്ങൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 16 കുട്ടികൾ വരുന്നുണ്ട്. പക്ഷെ ഇത് 18+ ആണ്. 18 years above ആയിട്ടുള്ള കുട്ടികൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ അവരിത് പഠിച്ചിട്ട് അവർ ചെറിയ കുട്ടികൾക്ക് അവർ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പം അതിൽ ഒരു കുട്ടി വളരെ സോഷ്യലി അങ്ങനെ ആരുമായിട്ട് സംസാരിക്കത്തില്ല, വളരെ ഇൻട്രോവേർട്ടായിട്ടിരുന്ന ഒരു കുട്ടി ഈ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ വളരെ ഡിഫറൻസ് അവരുടെ അമ്മ പറഞ്ഞു, വളരെ നല്ല വ്യത്യാസം കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരോടൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ പോലും ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി, എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. കാരണം നമ്മൾ ഈ പ്ലാന്റ്സിനോട് സംസാരിക്കാൻ നമ്മൾ ട്രെയിൻ ചെയ്യും. അപ്പം ഇങ്ങോട്ടൊന്നും റെസ്പോണ്ട് ഇല്ലെങ്കിൽ പോലും സംസാരിക്കാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവരെ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഇമോഷണലി ആണെങ്കിലും ശരി, പെട്ടെന്ന് വിഷമമൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നത് ഈ കുട്ടികൾ പ്ലാന്റുമായിട്ട് വളരെ കണക്ട് ചെയ്തിട്ട് എന്ത് വിഷമം ഉണ്ടെങ്കിലും പ്ലാന്റിനോട് പറയാനാണ് പറയുന്നത്. വേറൊരു നമുക്ക് അതിലേക്ക് വരാൻ വേണ്ട ഒരു കോൾ ഉണ്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഇത്
കോഴിക്കോട് നിന്ന്. പേര് പറഞ്ഞോളൂ സർ. ഉണ്ണികൃഷ്ണൻ ചേലക്കോട്. മാഡത്തിനോട് ചോദിച്ചോളൂ. ഉണ്ണികൃഷ്ണൻ പറയൂ. മാഡം, എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്ലാറ്റ് ജീവിതം നയിക്കുന്നവർക്കൊക്കെ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എത്രമാത്രം ഫലപ്രദമാണ് എന്നുള്ളതാണ്. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിക്ക് വാസ്തവമാണ് ഞങ്ങൾ വീടുള്ളവർ എന്നുവെച്ചാൽ തറയിൽ വീടുള്ളവരുടെ അടുത്ത് പോലും പറയുന്നത് 3 സെന്റ് ഉണ്ടെങ്കിൽ ധാരാളം മതി. മട്ടുപ്പാവ് കൃഷി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഫ്ലാറ്റിൽ ബാൽക്കണി ഉണ്ടെങ്കിൽ ബാൽക്കണിയിൽ യൂസ് ചെയ്യാം. പിന്നെ വീട്ടിന്റെ അകത്ത് തന്നെ ഇൻഡോർ പ്ലാന്റ്സ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഡോർ പ്ലാന്റ്സും ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ പരിമിതിയുണ്ട് ഫ്ലാറ്റിനും മറ്റുള്ള പിന്നെ ലാൻഡിലുള്ള ഒരു വീടിനും തമ്മിൽ നല്ല ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ എന്ന് വെച്ച് ഫ്ലാറ്റ് ജീവിതക്കാർക്ക് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു മണി പ്ലാന്റ് നമ്മുടെ റൂമിൽ ഉണ്ടെങ്കിൽ തന്നെ ആ മണി പ്ലാന്റ് ഉണ്ടല്ലോ, നമുക്ക് വളരെ രാവിലെ എണീക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്രീനറി, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് മൈൻഡിന് വളരെ കൂളിംഗ് ആൻഡ് സൂതിങ് കിട്ടും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്യാൻ പറ്റാത്ത ഒരു ഇതല്ല, അവിടെയും ചെയ്യാം. അതുപോലെ തന്നെ മാഡം, നമ്മളിപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കിപ്പം പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളില്ലെങ്കിലും ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്ന ഒരു ലൈഫാണ്. ഇപ്പം എല്ലാവരും ഒരു ബിസി ഷെഡ്യൂളിൽ ജീവിച്ചു പോകുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി വളരെ ഇഫക്റ്റീവ് ആണോ? ഇഫക്റ്റീവ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ശരിക്കും വെറും ഒരു റൂമില്, ഡ്രോയിങ് റൂമിലോ ലിവിംഗ് റൂമിലോ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചാൽ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരു ശ്രമവും ചെയ്യേണ്ട സ്ട്രെസ് റിലീവ് ചെയ്യാൻ, മാനസിക പിരിമുറുക്കം മാറാനായിട്ട് നമ്മൾ ഈ പ്ലാന്റിന്റെ ഒരു സാന്നിധ്യം തന്നെ നമുക്ക് അറിയാതെ തന്നെ ഒരു സ്ട്രെസ് ഫ്രീ വരും. ഒരു ലൈറ്റായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ പ്ലാന്റ് മെഡിറ്റേഷൻ ഉണ്ട്, പ്ലാന്റ് പീപ്പിൾ കണക്ഷൻ, വിഷ്വലൈസേഷൻ ഉണ്ട്. അങ്ങനത്തെയൊക്കെ മെത്തേഡ്സിൽ കൂടെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഒരു പ്ലാന്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമുക്ക് ആ രീതിയിലും സ്ട്രെസ് റിലീവ് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ ട്രെയിനിങ് വേണ്ടി വരും. പ്ലാന്റ് മെഡിറ്റേഷൻ ചെയ്യാനും പ്ലാന്റ് പീപ്പിൾ കണക്ഷൻ, വിഷ്വലൈസേഷൻ മെത്തേഡ്സ് ഒക്കെ. അതുപോലെ നമ്മൾ ഈ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര നോട്ടി ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇത് വളരെ ഇഫക്റ്റീവ് ആണെന്നാണോ മാഡം പറയുന്നത്? നോട്ടി ആയിട്ടുള്ള കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി വൈകുന്നേരം വളരെ നോട്ടി ആണെങ്കിൽ 2-3 ക്യാൻ വീട്ടിൽ മേടിച്ച് വെക്കുക. അവരുടെ കയ്യിൽ വെള്ളം ഒഴിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 1 hour അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരുടെ അറ്റൻഷൻ കൂടും. അവരുടെ എന്താ പറയുക, ഈ ഒരുപാട് എനർജി ഉള്ള കുട്ടികളെയാണ് ഈ നോട്ടി കുട്ടി എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും അവരുടെ എനർജി അവർ എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ അവരെ ശരിക്കും ഈ നോട്ടിനെസ് എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ അവരെ നോട്ടി എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ നോട്ട് നോട്ടി, അവർ നോർമലാണ്. അപ്പൊ അവരുടെ കയ്യിൽ കൊടുക്കേണ്ടത് എൻഗേജ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും. ക്യാൻ കൊടുക്കുക, അവർക്ക് ഫെർട്ടിലൈസേഴ്സ് വാങ്ങിച്ച്, ഓർഗാനിക് മാന്യൂഴ്സ് വാങ്ങിച്ചു കൊടുത്ത് ചെടികളെ വളർത്താൻ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ ഡെഫിനറ്റ്ലി നോട്ടിനെസ് എന്ന് പറയുന്ന ആ എനർജി വേറെ നമ്മൾ പറയുന്ന പോലെ ഡിസ്ട്രക്റ്റീവായിട്ട് പോകുന്നതിന് പകരം കൺസ്ട്രക്റ്റീവായിട്ട് അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ. താങ്ക് യു. വിളിച്ചതിന് വളരെയധികം നന്ദി സർ. തുടർന്നും കാണുക. മാഡം, നമ്മൾ സംസാരിച്ച് വന്നുകൊണ്ടിരുന്നത് ഏത് തലത്തിലാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രയോജനം ലഭിക്കുക എന്നുള്ളതിനെ പറ്റിയായിരുന്നു. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ട് ഫീലിംഗ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ആ ലോൺലിനെസ്. അത് വൈകല്യമുള്ള കുട്ടികൾക്ക് ആക്ച്വലി ഇറ്റ് ഈസ് മോർ ഓൺ ഫിസിക്കൽ ലെവൽ, ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ലെവൽ, 2 ലെവലിലും അത് ക്യൂറേറ്റീവ് ആവുന്നുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞ ഓട്ടിസത്തിനാണെങ്കിൽ ഫിസിക്കൽ ലെവലിലാണ് അവർക്ക് വരുന്നത്. ഇപ്പോൾ ഇന്റലക്ച്വലി ഡിസോർഡേർഡ് ആയിട്ടുള്ള കുട്ടികൾ, അറ്റൻഷൻ കാണാത്ത കുട്ടികളുണ്ട്, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കൊടുക്കുന്ന മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്. ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ, ഈ പറയുന്ന നോട്ടി ആയിട്ടുള്ളെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് കുട്ടികൾ, അവരുടെ ആ എനർജി ഡിസ്ട്രക്റ്റീവ് മോഡിലായിട്ട് പോകുമ്പോഴാണ് നമുക്ക് പേരൻസിന് അല്ലെങ്കിൽ എൽഡേഴ്സിന് അതൊരു നല്ലതല്ലാതെ തോന്നുന്നത്. അവർ അതേസമയം നല്ല വല്ല കാര്യങ്ങൾ ചെയ്യുവാണ്, അത് കൺസ്ട്രക്റ്റീവായിട്ട് തോന്നി ആർക്കും അത് നോട്ടിനെസ് ആയിട്ട് തോന്നത്തില്ല. അവരുടെ എനർജി അതിനെ നമ്മൾ യൂസ്ഫുൾ ആക്കി കൺവേർട്ട് ചെയ്യുക. അപ്പോൾ കുട്ടികളെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പണ്ട് പാടത്തും ഒരുപാട് മൈതാനമൊക്കെ ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. ഇപ്പോൾ വളരെ എല്ലാം ലിമിറ്റഡ് ആണ്. ഈവൻ വീടുകളിലായാലും ശരി, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ TV കാണുക അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുക. പേരൻസ് ആയിരിക്കും വാട്സപ്പ് നോക്കിയിരിക്കുക, കുട്ടി അത് തന്നെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് മാറ്റാനായിട്ട് ഡെഫിനറ്റ്ലി കൃഷി എന്ന് പറയുന്നത്, ഞാൻ ലാർജ് സ്കെയിൽ കൃഷിയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു 10 pots ആയാലും മതി. 10 ചെടിച്ചട്ടികളിൽ ചെയ്യുന്ന കൃഷിയെയും നമുക്ക് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.
ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുടെ ഒരു ലഭ്യത എങ്ങനെയാണ്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇപ്പോൾ ഇത് ശരിക്കും തുടങ്ങിയത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ശ്രീകണ്ഠൻ നായർ സാർ എന്നൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കേരളത്തിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, കാൻസസിലൊക്കെ 1971 തൊട്ടുണ്ട്. പക്ഷെ സാർ ഒരു 20-25 ഇയേഴ്സ് മുന്നേ തന്നെ ഇവിടെ തുടങ്ങിയിരുന്നു, ഒരു സ്മോൾ സ്കെയിലിൽ. അപ്പോൾ സാറ് പല പല റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ, ഡിസബിലിറ്റി സ്റ്റഡി സെൻറ്റേഴ്സിലൊക്കെ പോയി ക്ലാസ് കൊടുക്കുകയും കുട്ടികളൊക്കെ ചെടികൾ വളർത്തുകയും ഗാർഡൻ റേസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2007 തൊട്ടാണ് ഞാൻ ഇതിലൊരു ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ട് വി സ്റ്റാർട്ടഡ് ദാറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ ഒരു 4-5 സ്കൂളിൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതിൽ കുറച്ചുകൂടെ റിസർച്ച് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പലതും നമ്മൾ പോസിറ്റീവായിട്ട് വന്നില്ല, ചില കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ആ ഏത് ഗ്രൂപ്പിനാണ് ഇത് കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നതെന്നുള്ളത് മനസ്സിലാക്കുകയും ഏത് ഗ്രൂപ്പിന് ഏത് ക്രോപ്പ് കൊടുക്കണം. വിഷ്വലി ഇമ്പയർഡ് ആയിട്ട് കാഴ്ചശക്തി കുറഞ്ഞവർക്ക് സെൻസറി പ്ലാന്റ്സ് ആണ്, ടെക്സ്ചേഴ്സ്, അരോമ, നല്ല മണമുള്ള പ്ലാന്റ്സ് കൊടുക്കണം. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്ക് നമ്മൾ മുളക് അല്ലെങ്കിൽ റോസ ഇതൊന്നും കൊടുക്കില്ല. കാരണം അവർ അത്ര ശ്രദ്ധിക്കില്ല, ചിലപ്പോൾ അവർക്ക് ഫിസിക്കൽ ഹേർട്ട്നെസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ഇതിലേക്ക് വരാൻ വേണ്ട ഒരു കോൾ ഉണ്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ ഹലോ. ആ, പേര് പറഞ്ഞോളൂ മാഡം. യൂജിന പേര്. ചോദിച്ചോളൂ, മാഡത്തിനോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. യൂജിന പേര്. ന്യൂജനൻ പറയൂ. അതെ, വീട്ടിന്റെ അകത്ത് വളർത്തുന്ന പ്ലാന്റ് ഏതാണെന്ന് അറിയാനൊക്കെ. വീട്ടിന്റെ അകത്ത് നമുക്ക് ഈ ഷേഡി പ്ലാന്റ്സ് ആയിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ഷേഡിൽ വളരുന്ന പ്ലാന്റ്സ് എല്ലാം നമുക്ക് വീട്ടിന്റെ അകത്ത് വളർത്താവുന്നതാണ്. ഇപ്പൊ മണി പ്ലാന്റ് അതുപോലത്തെ ഒരുപാട്, ഇവൻ ആന്തൂര്യവും നമുക്ക് വേണമെങ്കിൽ വീട്ടിന്റെ അകത്ത് വളർത്താവുന്നതാണ്. ഷേഡിൽ വളരുന്ന ഏത് പ്ലാന്റ്സിനെയും നമുക്ക് വീട്ടിൽ വളർത്താവുന്നതാണ്. ശരി, നന്ദി മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അങ്ങനെ ഇവർക്ക് ഏതൊക്കെ ക്രോപ്പ് കൊടുക്കണം, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഒരു ഇത് റിസർച്ച് ചെയ്തു നമ്മൾ കുറച്ച് കാലം. അപ്പോൾ ഇപ്പോൾ 2019 ഓൾമോസ്റ്റ് 10 ഇയേഴ്സിൽ കൂടുതലായി. നൗ വി ആർ ആക്ച്വലി ഡിസിമിനേറ്റ് എന്ന് വെച്ചാൽ എല്ലാ സ്കൂളിലും എല്ലാ കുട്ടികൾക്കും ഇത് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ നമ്മളെ യൂണിവേഴ്സിറ്റി 14 ഡിസ്ട്രിക്ട്സിലും ഓരോ സ്കൂൾ ഐഡന്റിഫൈ ചെയ്ത് ആ സ്കൂളിൽ ഗാർഡൻ റേസ് ചെയ്യാണ്. ഇങ്ങനെ ഈ സാധാരണ ഗാർഡൻ പോലെ അല്ല ഇത്. സ്പെസിഫിക് മീൻസ് ഡിസേബിൾഡ് കുട്ടികളുള്ള സ്പെഷ്യൽ സ്കൂൾസ് ആണ്. സ്പെഷ്യൽ സ്കൂൾസ് അല്ല, ഇപ്പം ഗവൺമെന്റ് സ്കൂൾസിൽ റിസോഴ്സ് ടീച്ചേഴ്സ് ഉണ്ട്. അവർക്ക് പിന്നെ എൻറോൾ ചെയ്യാലോ. നോർമൽ കുട്ടികളുടെ ഒപ്പമാണ് ഇപ്പൊ വളരുന്നത്. പണ്ടൊരു കോൺസെപ്റ്റ് ആയിരുന്നു സ്പെഷ്യൽ സ്കൂൾ. ഇപ്പൊ അതല്ല, ഈ സ്പെഷ്യൽ ചിൽഡ്രൻ ആർ കമ്മിങ് ഇൻ ദ നോർമൽ സ്ട്രീം. അപ്പൊ നോർമൽ കുട്ടികൾ പഠിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനത്തെ കുട്ടികളെ ഇപ്പൊ എൻറോൾ ചെയ്യുന്നത്. ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു റിസോഴ്സ് ടീച്ചറുണ്ട്, റിസോഴ്സ് റൂം ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ ഒരു ഈ 14 ഡിസ്ട്രിക്റ്റിൽ ഓരോ സ്കൂൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാണ്. ഇപ്പൊ ആ ഗാർഡൻ എന്ന് പറയുമ്പോൾ റൊട്ടേറ്റിംഗ് പോട്ട്സ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ, ഒരു പല പല സ്ട്രക്ചർ ഉണ്ട്. ഇത് കുറച്ചും കൂടെ ഗാർഡൻ ആണ്. അപ്പൊ പൂന്തോട്ടം അല്ല അത്, നമ്മളിത് ഫങ്ഷണൽ ഗാർഡൻ ആണ്. എന്താണ് നമുക്കിവിടെ ഈ ചെടികളിൽ കൂടെ നമ്മുടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ വെൽഫെയർ ആണ്, അവരുടെ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ റൊട്ടേറ്റിംഗ് പോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി വീൽ ചെയറിൽ അല്ലെങ്കിൽ കാലിന് സ്വാധീനം ഇല്ലാത്ത കുട്ടികൾക്ക് അവർക്ക് കുനിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവർ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ ഈ നമ്മൾ കടകളിലൊക്കെ കാണില്ലേ, ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കില്ലേ, ഡ്രസ്സുകൾ ഇങ്ങനെ ഇട്ടിരിക്കുക, അതുപോലെ ചട്ടികൾ, അവർക്ക് പൂഞ്ചട്ടികൾ റൊട്ടേറ്റ് ചെയ്ത് കാണാം. അപ്പൊ അവർക്ക് വെള്ളം ഒഴിക്കാനും, അപ്പൊ അവർക്ക് ഒരുപാട് നടക്കണ്ട, ഒരിടത്ത് തന്നെ നിന്ന് അവർക്ക് അത് ചെയ്യാം. അപ്പൊ ഒരു ആക്സസിബിൾ ഗാർഡൻ വെച്ചാൽ ഒരു എന്താ ഡിസേബിൾ ഫ്രണ്ട്ലി എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഗാർഡൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റൊട്ടേറ്റിംഗ് പോട്ട്സ് ഉണ്ടാവും. പിന്നെ റേസ്ഡ് ഗാർഡൻ ബെഡ്സ് എന്ന് പറയുമ്പോൾ ഒരു വീൽ ചെയറിന്റെ ലെവലിൽ ഇതിനെ നമ്മൾ ഇഷ്ടിക വെച്ച് പൊക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിൽ തന്നെ നമ്മൾ, അപ്പൊ ഇവർക്ക് ഇരുന്നോണ്ട് ഇപ്പൊ ഈ ലെവലിൽ ഇരുന്നോണ്ട് തന്നെ വെള്ളം ഒഴിക്കാം, ചെടികളെ പരിപാലിക്കാം. അപ്പൊ അത് റേസ്ഡ് ഗാർഡൻ ബെഡ്സ്. അതുപോലെ തന്നെ
അംബ്രല്ല, പെറഗോള, ഈ ക്ലൈംബേഴ്സിനൊക്കെ ഇവരുടെ ഹൈറ്റിൽ തന്നെ അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സ്ട്രക്ചേഴ്സ് ആണ് മെയിൻലി നമ്മൾ ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഗാർഡനിൽ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവർക്കും എല്ലാം അത് ലഭ്യമാകണം. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു വി ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ്, വി ആർ സ്റ്റിൽ ഇനീഷ്യേറ്റീവ്, ഒരു ബഡിങ് സ്റ്റേജിലാണ്, എന്നാലും റീച്ച് ഔട്ട് ചെയ്ത് തുടങ്ങി. നമുക്കൊരു കോൾ ഉണ്ട്, അതിലേക്ക് പോവാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് പ്രസന്നയാണ്, തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. മാഡത്തിനോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എനിക്ക് അറിയേണ്ടത് +2 കഴിഞ്ഞ ഒരു കുട്ടിയാണ്. അപ്പൊ പഠിക്കാൻ അത്ര മുൻപന്തിയിലല്ല. അപ്പൊ ഇതില് ഈ തെറാപ്പി ഇപ്പൊ കാണിക്കുന്ന ഈ കോഴ്സില് അവർക്ക് പഠിക്കാൻ പറ്റിയ വല്ല കോഴ്സ് ഉണ്ടോന്ന് അറിയാൻ. എന്ന് വെച്ചാൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ഒരു കോഴ്സായിട്ട് എടുക്കാൻ പറ്റുമെന്നാണോ ചോദിക്കുന്നത്? അതെ അതെ, +2 കഴിഞ്ഞതാണ്. അപ്പൊ ആക്ച്വലി ഇപ്പോൾ നിലവിൽ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി കോഴ്സ്, ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റ് ആവാനുള്ള ഒരു കോഴ്സ് നമുക്ക് കേരളത്തിലില്ല. ഉണ്ട്, സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിൽ ഒരു ഡിപ്ലോമോ കോഴ്സ് ഉണ്ട്. പക്ഷെ ആ കോഴ്സ് കൂടുതലും എന്തെങ്കിലും ചെറിയ വൈകല്യമുള്ള കുട്ടികൾക്കാണ് അത് എടുക്കുന്നത്. സോ അവിടെ ആ വൈകല്യമുള്ള കുട്ടികൾ തന്നെ, വിഭിന്ന ശേഷിയുള്ള കുട്ടികൾ തന്നെ അത് പഠിച്ചിട്ട് അങ്ങനത്തെ കുട്ടികളെ അവർ ട്രെയിൻ ചെയ്യുക എന്നുള്ള ലെവലിലാണ് സെന്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസിൽ കൊടുക്കുന്നത്. കാർഷിക സർവകലാശാലയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സയൻസിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവിടെയും നമ്മൾ ഒരു മോഡറേറ്റ്ലി അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഒരു വിഭിന്ന ശേഷിയുള്ള കുട്ടികളെയാണ് എൻറോൾ ചെയ്യുന്നത്. നോർമൽ കുട്ടികളെ നമ്മൾ ഇതുവരെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു കോഴ്സ് കേരളത്തിലില്ല. ഇത് നോർമലാണ്, പക്ഷെ പഠിക്കാൻ പഠന വൈകല്യം മാത്രമേ ഉള്ളൂ. പഠന വൈകല്യത്തിന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കോഴ്സിന് അപേക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വൈകല്യ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഉണ്ടെങ്കിൽ എന്തായാലും വേറെ കുട്ടികൾ എഴുതി കൊടുക്കണതാ. മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത ഏത് ഡിസ്ട്രിക്റ്റിലാണ്? തൃശ്ശൂർ ഇപ്പൊ തൃശ്ശൂർ ആണെങ്കിൽ അർണാട്ടുകര സ്കൂളിലാണ് നമ്മൾ, അർണാട്ടുകര ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിലാണ് ഈ കോഴ്സ് ഇപ്പോൾ കൊടുക്കുന്നത്. അവിടെ പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അതെവിടെയാ അർണാട്ടുകര സ്ഥലം? തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില്. അതെ. ശരി മാഡം, വിളിച്ചതിന് വളരെയധികം നന്ദി. തുടർന്നും കാണുക മാഡം. അപ്പൊ ഈ ഒരു നമ്മള് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ കുറച്ചെങ്കിലും ഒരു അടുക്കള തോട്ടം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെറസിൽ ഒരു തോട്ടം, അങ്ങനെ ഒരു സംസ്കാരം നമുക്കിപ്പം വളർന്നു വരുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു ഇതും ഈ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് നമ്മൾ പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെറുതെ നമ്മൾ കൃഷി ചെയ്യാം. നമ്മൾ ശരിക്കും കൃഷി ചെയ്യുമ്പോൾ ഒരു ഉദ്ദേശമുണ്ട് അല്ലേ? നമ്മൾ ആ ഉദ്ദേശം എന്താണ്? നമുക്ക് വിളവ് വേണം, നല്ല ഓർഗാനിക് ആയിട്ടുള്ള ടൊമാറ്റോ കഴിക്കണം, അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള പച്ചമുളക് കിട്ടണം, അങ്ങനെ ആയിരിക്കും, നല്ല വേറെ വിഷയങ്ങളൊന്നും ഇല്ലാത്തത്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ സാധാരണ വീടുകളിൽ കിച്ചൺ ഗാർഡനിങ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ഗാർഡൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു കൃഷിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ വാസ്തവത്തിൽ വിളവുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അവിടെ മുൻതൂക്കം കൊടുക്കുന്നത് ഈ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ ക്യൂറേഷനാണ്. പക്ഷെ അവിടെ ഡെഫിനറ്റ്ലി വിളവ് വരുന്നതും കുട്ടിക്ക് മനസ്സുകൊണ്ട് സന്തോഷമാണ്. പക്ഷെ നമ്മുടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന വ്യക്തിക്കാണ് ഇമ്പോർട്ടൻസ്. മറ്റിടത്ത് നമ്മൾ വ്യക്തിയല്ലല്ലോ, അവിടെ കൊടുക്കുന്ന വിളവിനാണ് ഇമ്പോർട്ടൻസ്. ഈൽഡ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ നോർമൽ ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിൽ person is given important. ആരാണ് ആ വ്യക്തി, ഇത് കൃഷി ചെയ്യുന്ന വ്യക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ആ ഡിഫറൻസ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ ഒരു ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പല ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കളുണ്ടാവും. അപ്പം അവർക്ക് ഇപ്പം മാഡം പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് വളരെയധികം അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി എന്ന് പറയുന്നത്. അതിലേക്ക് വരാം. നമുക്ക് അതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ വർക്കലയിൽ നിന്ന് റീജിയാണ് വിളിക്കുന്നത്. മാഡത്തിനോട് ചോദിച്ചോളൂ. പിന്നെ ഞാൻ നാൻസ പറഞ്ഞല്ലോ, ആന്തൂറി എന്ന് പറഞ്ഞ ചെടി പിന്നെ അകത്ത് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. പക്ഷെ അത് നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യുന്നതാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യുന്ന ചെടികളുണ്ടോ?
ശരിക്കും പറഞ്ഞാൽ? ഇതിനെക്കുറിച്ച് ആക്ച്വലി ഇതൊരു മിത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാ ചെടികളും പോസിറ്റീവാണ്, എല്ലാ മനുഷ്യനും പോസിറ്റീവാണ്. നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഓസോൺ ഇതിൻ്റെ വെച്ചിട്ടാണെങ്കിൽ തുളസിയുടെ ഈ എമിറ്റ് ചെയ്യുന്ന അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് കൂടുതൽ ഓക്സിജൻ എമിറ്റ് ചെയ്യുന്നതും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു നെഗറ്റീവ് എനർജി പ്ലാന്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇന്ന ഒരു പ്ലാന്റ് നെഗറ്റീവാണ്, ഇന്ന പ്ലാന്റ് പോസിറ്റീവാണ് എന്ന് പറയാം. ഈ തൊട്ടാവാടി ഉണ്ടല്ലോ, തൊട്ടാവാടി പോലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ആ മൂവ്മെൻറ്റും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആന്തൂറിയം വീട്ടിൻ്റെ അകത്ത് വയ്ക്കാൻ അങ്ങനെ ഒരു ഇത് മനസ്സിലുണ്ടെങ്കിൽ പുറത്ത് വെച്ചാൽ മതി. വീട്ടിൻ്റെ അകത്ത് വയ്ക്കുക, വീട്ടിൻ്റെ അകത്ത് വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പല ചെടികളും വെക്കുന്നതിൻ്റെ ഒപ്പം ആന്തൂറിയം വെക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. പറയുന്നുണ്ട് ഓർക്കിഡ് പോലും നമ്മൾ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഹാങ് ചെയ്യുകയോ ഫ്രണ്ടിൽ വെക്കുകയോ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് അറിയാനാണ്. അത് ആ ഒരു സയൻസ്, അത് സയൻസ് ആണോ എന്ന് എനിക്കറിയില്ല. പല മിത്തുണ്ട്, ഇങ്ങനെ ചില പോസിറ്റീവ് എനർജി പ്ലാന്റ്സ് ഉണ്ട്, നെഗറ്റീവ് എനർജി പ്ലാന്റ്സ് ഉണ്ട്. പക്ഷെ എല്ലാ പ്ലാന്റ്സും പോസിറ്റീവാണ്. ഒരു ഉദാഹരണം, ഒരു കുട്ടിക്ക് ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. ആ കുട്ടി എന്തോ ഒരു അസുഖം വന്നിട്ട് അതിന് എണീക്കാൻ പറ്റില്ല. രാവിലെ ആകുമ്പോൾ അത് എണീക്കില്ല, എന്നുവെച്ചാൽ അത് കിടക്കും. അതിന് അത്യാവശ്യം അതിന് ദാഹിച്ചാൽ പോലും അതിൻ്റെ മസിൽസ് വളരെ വീക്കായിട്ട് അതിന് എണീക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ പല പല ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു, വളരെയധികം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും പേരൻസ് അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കിടപ്പ് തന്നെ, കുട്ടിയാണ് പക്ഷെ അത് കിടപ്പിലാവും. മസ്കുലർ ഡിസ്ട്രോഫി പോലത്തെ എന്തോ അസുഖം വന്ന് ഫുൾ ദേഹം അങ്ങ് ക്ഷീണിക്കുകയാണ്, തളരുകയാണ്, ടോട്ടലി പാരലിസിസ് ആയിട്ടില്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യൂ, എന്നും അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിനെ പോയി ഒന്ന് ഹഗ് ചെയ്ത് നോക്കാൻ പറഞ്ഞു കുട്ടിയോട്. ഇതിനൊരു തിയറി, അതിൻ്റെ പുറകിൽ ഒരു സയൻസും എനിക്കും സ്ട്രൈക്ക് ചെയ്തില്ല. പക്ഷെ ഇയാൾ പറഞ്ഞു വെറുതെ ഒന്ന് പോയി നിങ്ങൾ ഹഗ് ചെയ്യൂ, കുട്ടിയോട് പറഞ്ഞതാണ് ഹഗ് ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടി, പേരൻസ് പറഞ്ഞു അവൻ എണീറ്റ് നടന്നു എന്നൊരു വെള്ളം കുടിക്കാൻ പറ്റാത്ത കുട്ടി വെളിയിൽ പോയി ഹഗ് ചെയ്യുന്ന കാര്യം അവരും അത് അത്ര അങ്ങോട്ട് എന്താ പറയുക പ്രോത്സാഹിച്ചില്ല. പക്ഷേ ഈ പയ്യൻ കുറേ കഴിഞ്ഞ് എന്നും രാവിലെ എണീറ്റ് ഇവൻ നടന്നുപോയി, എങ്ങനെയും എഴഞ്ഞ് നടന്നുപോയി ആ ട്രീനെ ഹഗ് ചെയ്യുമായിരുന്നു. അങ്ങനെ അതിന് ഹഗ്ഗിങ് ട്രീ എന്നാണ് ആ ട്രീനെ അവൻ വിളിച്ചത്. പക്ഷെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ റെഡിയായി. അപ്പം ഇതിൻ്റെ പുറകിൽ സയൻസ് ഒന്നും ഇല്ല, എന്താണെന്ന് അറിയില്ല. അതൊക്കെ ഒരു മെൻ്റൽ ഒരു ഏർജ് ആയിരിക്കാം. സോ പ്ലാന്റ്സിൽ അങ്ങനെ ഒരു നെഗറ്റീവ് പ്ലാൻ അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഓൾ പ്ലാന്റ്സ്, ലിവിങ് പ്ലാന്റ്സ് ആർ പോസിറ്റീവ്. നന്ദി മാഡം, വിളിച്ചതിനെ വളരെയധികം നന്ദി. മാഡം, ഞാൻ ചോദിച്ചു വന്നത് ഇതുപോലെ ഒരു ഭിന്നശേഷി ആയിട്ടുള്ള ഒരു കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട്, ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ നമ്മൾ ഓരോ സ്കൂൾസ് വെച്ചിട്ടാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒരു വലിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ടാവും. അപ്പം അവർക്ക് സ്വന്തമായിട്ട് ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ട് വീട്ടിലൊക്കെ തനിയെ ഈ കുട്ടികളെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യിക്കാനായിട്ടുള്ളത് ഒരുപാട് പേര് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എന്താണ് അതിനുള്ള ഒരു പോംവഴി? ഇത് വാസ്തവത്തിൽ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, വലിയ ഈ പൂന്തോട്ട കൃഷിയോ അങ്ങനത്തെ ഒന്നുമില്ല. അത്യാവശ്യം 10 15 മാക്സിമം 10 ചെടികൾ മതി. അപ്പോൾ അത് വെച്ച് ചെയ്യാവുന്ന മിനിമം ഒരു നോളജ്, കൃഷി ചെയ്യാനുള്ള നോളജ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് വീട്ടിൽ ഈ കുട്ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. വിഭിന്നശേഷിയുള്ള പേരൻസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ സാങ്കേതികമായിട്ടുള്ള ഐഡിയാസ് കിട്ടാനാണ് നമ്മൾ ഈ 14 ഡിസ്ട്രിക്ട്സിൽ ഞാൻ പറയുന്ന ഓരോ സ്കൂൾസ് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന അവിടെ റിസോഴ്സ് ടീച്ചേഴ്സിന് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാം എവിടെയാണ് പോയി കോൺടാക്ട് ചെയ്യേണ്ടത് ഫോർ ഫർദർ ഇൻഫർമേഷൻ. അതുകൂടാതെ നമ്മൾ തന്നെ യൂണിവേഴ്സിറ്റി നമ്മൾ 3 സ്ഥലത്തായിട്ട് നമ്മൾ വർക്ക്ഷോപ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേരൻസിന് വന്ന് അറ്റൻഡ് ചെയ്യാം, ഫ്രീ ഓഫ് കാസ്റ്റ് ആണ്. 3 സ്ഥലത്തായിട്ട് വർക്ക്ഷോപ്പ് അറേഞ്ച്, ദാറ്റ് ഈസ് നോർത്ത് സോണിലൊന്ന്, സെൻട്രൽ സോണിലൊന്ന്, സൗത്ത് സോണിൽ. ഒന്ന് തൃശ്ശൂരിൽ വെച്ചായിരിക്കും, ഒന്ന് കാലിക്കട്ടായിരിക്കും, ഒന്ന് തിരുവനന്തപുരത്തായിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 സോണിലായിട്ട് നമ്മൾ വർക്ക്ഷോപ്പ് അറേഞ്ച് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഈ പറഞ്ഞ സ്കൂളുകളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റിൽ കോൺടാക്ട് ചെയ്യുക, നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആയിട്ടില്ല എന്നാണോ ഷെഡ്യൂൾ? ഇപ്പം ഈ ട്രെയിനിങ്ങിന്റെ ജൂണിലായിരിക്കും വർക്ക്ഷോപ്പ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. ആ സമയമാകുമ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോഴേ കോൺടാക്ട് ചെയ്ത് നമ്മൾ എവിടെ വെച്ചാണ്, എവിടെ വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. അതിനെന്തെങ്കിലും ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ അങ്ങനെ ഒന്നുമില്ല. അതാ ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടൊരു ചെടി നടാനുള്ള വലിയ ശാസ്ത്രമൊന്നും ഇതിന് വേണ്ട.
10 ചട്ടിയിൽ ചെടി വയ്ക്കാനുള്ള സൗകര്യം വീട്ടിലുണ്ടോ, ഇനി അതില്ല ഒരു നേരത്തെ വിളിച്ച ആൾ പറഞ്ഞല്ലോ ഫ്ലാറ്റിൽ ആണെങ്കിൽ പറ്റും, ഫ്ലാറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ചെടികളും ഉണ്ട്. അപ്പോൾ ശരിക്കും ബാംഗ്ലൂരിലെ കമ്പനി ആണെങ്കിൽ അവർ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി വേറൊരു ലെവലിലാണ് അതിലെത്തിരിക്കുന്നത്, കമേഴ്ഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അവർ ടെക്നോക്രാറ്റ്സിന് ഭയങ്കര സ്ട്രെസ്ഡ് ജോബാണ്. അപ്പോൾ ടെക്നോക്രാറ്റ്സിന് എങ്ങനെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇൻഡോറിലേ ചെയ്യാൻ പറ്റും. അവർ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ തന്നെ പ്ലാന്റ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് ഓരോ എംപ്ലോയിയും ഇന്ന പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാനും രാവിലെ വന്ന് സ്പഞ്ച് ചെയ്തതിന് ശേഷം ദേ ഹാവ് എ ജോബ് ടു ഗോ ആൻഡ് സീ ദ പ്ലാന്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അങ്ങനെ ദേ ആർ ഡൂയിങ് ഇറ്റ്. ചില കമ്പനീസ് MNCs അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു ബേസിക്കലി ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്, ബിൽഡേഴ്സാണ് അവർ. അപ്പോൾ ഇന്റേണലിയും ഈ ഫ്ലാറ്റ്സിലും ചെയ്യാം, ഓഫീസിൽ ചെയ്യാം, എവിടെയും ചെയ്യാം, സ്കൂളിൽ ചെയ്യാം, ക്യാൻസർ ഹോസ്പിറ്റൽസിൽ ചെയ്യാം, പിന്നെ ജിറിയാട്രിക് ഓൾഡ് ഏജ് ഹോംസിലൊക്കെ ചെയ്യാം. അപ്പം മാഡം ഇതിന് നമുക്കൊരു സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമുക്ക് ഈ പറയുന്നത് പോലെ ഏത് തലത്തിലുള്ള ആളുകളിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തെറാപ്പി എത്തിക്കാം. അപ്പം ഈ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു റിസോഴ്സ് ഇപ്പം മാഡം പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു കോളേജ് കുറച്ച് വളരെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് നമുക്കിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ഇതിൽ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറേ കൂടെ ആളുകൾ ഇതിലൊരു എക്സ്പോസ്ഡ് ആയി ട്രെയിൻഡ് ആയിട്ട് വരണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ട്രെയിനിങ് കുറച്ചും കൂടെ ഇതിലേക്ക്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കരിയർ പോലെ ഇതെടുത്തിട്ട് മുന്നോട്ട് വരാനായിട്ട് പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നമുക്കൊരു കരിയർ ചെയ്യാനായിട്ട് ഇന്ത്യയിലൊരു ഇതില്ല. കോഴ്സസ് ഡെഫിനറ്റ്ലി ഭാവിയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കോഴ്സസോ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ഡിമാൻഡ് ഒരുപാട് ആൾക്കാർ ഇപ്പൊ തന്നെ ഈ പറഞ്ഞ പോലെ ചില ബയോടെക്നോളജി കഴിഞ്ഞ സ്റ്റുഡൻസ്, സൈക്കോളജി കഴിഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റ് ആവാൻ ആഗ്രഹമുണ്ട്, അപ്പൊ എങ്ങനെയാണ്. അപ്പോൾ ഇതിന് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കാൻസസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ 3 years കോഴ്സാണ്, 3 years കോഴ്സിലാണ്. അപ്പൊ അവർ ദേ ഹാവ് സൈക്കോളജി, ഹോർട്ടിക്കൾച്ചർ, ലാൻഡ്സ്കേപ്പിംഗ്, ഇതെല്ലാം ബിഹേവിയർ സയൻസ്, ഇതെല്ലാം പഠിച്ചിട്ടാണ് അവർ ഇറങ്ങുന്നത്. പക്ഷേ ഒരു 6 months കൊണ്ടും നമുക്ക് ഇതിന്റെ ഒരു സിമ്പിളായിട്ട് നമുക്കിത് പഠിച്ച് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റ് ആകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ മേ ബി ഇൻ ഫ്യൂച്ചർ വി ക്യാൻ ഗീവ് സം സ്മോൾ കോഴ്സസ്. ഒരു കോൾ ഉണ്ട് മാഡം, അതിലേക്ക് പോവാം. ഹലോ, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഗുഡ് ഈവനിങ് മാഡം, ഞാൻ കൊല്ലം ജില്ല ആര്യങ്കാവിൽ നിന്ന് സംസാരിക്കുന്നത്. പേര് പറഞ്ഞോളൂ. എന്റെ പേര് ചന്ദ്രശേഖരൻ പിള്ള. മാഡത്തോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ സാർ. എനിക്കൊരു സംശയമുള്ളൂ. എനിക്ക് പിന്നെ വീടുമായിട്ട് വളരെ സ്ഥലമൊന്നുമില്ല, ഒരു 10 സെന്റ് ഉള്ള മിറ്റം. ആ മിറ്റം ഞാന് ചോദിച്ചോളൂ സാർ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ, ടിവിയിൽ ശ്രദ്ധിക്കണ്ട. ശരി, ഓക്കെ. ആ മിറ്റം ഞാൻ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു തണലുമരം നിൽപ്പുണ്ട്. തണലുമരം എന്ന് പറഞ്ഞാൽ നമ്മള് മെഡിക്കൽ കോളേജും അവിടെ എവിടെയൊക്കെ നിൽക്കുന്നിടത്തുള്ള തണലുമരം നിൽപ്പുണ്ട്. ആ തണലുമരം നല്ല തണലിടുന്നുണ്ട്. പക്ഷെ അതിന്റെ പേര് എനിക്കറിയത്തില്ല. അതിന്റെ പേര് നിങ്ങൾക്ക് നമ്മുടെ മതിലിനോ കോൺക്രീറ്റിനോ എന്തെങ്കിലും എഫക്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. തണല് മരന്റെ പേരറിയത്തില്ല. തണല് മരം, അതിന് പഴമുണ്ട്, അത് പക്ഷിമൃഗാദികളെല്ലാം വന്നിരിക്കുന്നുണ്ട്. നല്ല ഇതാണ്. ആ പഴം ഞങ്ങളും തന്നെ മനുഷ്യരും തിന്നു. ഈ തണൽ മരത്തിന്റെ പേരാണോ അറിയേണ്ടത്? ഈ തണൽ മരം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പക്ഷെ അത് അതിന്റെ പഴം നല്ല ഫ്രൂട്ട്സ് ആണ്. അത് മനുഷ്യരും തിന്നും, കുട്ടികളും ഇല്ല. അത് അതിന്റെ വേര് ചെന്ന് മറ്റേ നമ്മുടെ മതിലിനോട് എഫക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള എന്തെങ്കിലും നമ്മുടെ അദ്ദേഹം ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്തുള്ള ഏതെങ്കിലും ഒരു കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസറിനെ കോൺടാക്ട് ചെയ്ത് ഈ മരത്തിനെ വന്ന് കാണാൻ വീട്ടിലോട്ട് ക്ഷണിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവർക്ക് നല്ലതായിട്ട് അത് കണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. നന്ദി സാർ, വിളിച്ചതിന് വളരെയധികം നന്ദി. മാഡം, ഇനി നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പല കോളറിനോടൊക്കെ സംസാരിച്ചപ്പോൾ മാഡം പറഞ്ഞു ചില ചെടികളുടെ പേര് പറഞ്ഞിട്ട്, അതുപോലെ ഇതിന് നമുക്കൊരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്യാനായിട്ട് പ്രത്യേക തരം ചെടികൾ അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വീടുകളിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ തരം ചെടികൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതൊന്ന് പറയാമോ? ഇതിൽ മെയിൻലി ആദ്യത്തെ ഒരു ഹോർട്ടിക്കൾച്ചർ തെറാപ്പിക്ക് ക്രോപ്സ് അല്ലെങ്കിൽ ചെടികൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫാസ്റ്റ് ഈൽഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ പെട്ടെന്ന് അത്
അത് വളരുകയും പെട്ടെന്ന് അതിന്റെ ഈൽഡ് തരണം. അപ്പൊ അങ്ങനത്തെ ഏത് തരവും കൂടുതലും പച്ചക്കറി കൃഷികൾ നമ്മൾ പച്ചക്കറിയാണ് ആദ്യം സെലക്ട് ചെയ്തത്. രണ്ടാമത്തത് ഈ പറയുന്ന വിഷ്വലി ഇമ്പയർഡ് ആൾക്കാർക്ക് അറോമ വേണം. അപ്പൊ അറോമയ്ക്ക് നമ്മൾ പനിക്കുർക്ക, മെഡിസിനൽ പ്ലാന്റ്സ്, ഇത് കൂടുതലും അറോമ വരുന്ന സെൻസറി പ്ലാന്റ്സ് ഇതൊക്കെ എടുക്കാറുണ്ട്. പിന്നെ ഇത് കൂടാതെ ഈ അണ്ടർഗ്രൗണ്ടിൽ പോകുന്ന ലൈക്ക് ട്യൂബേഴ്സ്, ഈ ചീനി, കിഴങ്ങ്, കപ്പ അങ്ങനത്തെ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ പിള്ളേർ ഇത് കാണുന്നില്ല, വളരുന്നത് കാണത്തില്ല. അപ്പൊ പെട്ടെന്ന് ഇതിങ്ങനെ അപ്രൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം, അതിനുവേണ്ടി നമ്മൾ അങ്ങനത്തതും ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഇതിൽ ഒരു പർട്ടിക്കുലർ പ്ലാന്റ്സ് എന്നല്ല, നമ്മുടെ ഇവിടെ ഗ്രോ ചെയ്യുന്ന അധികം പ്രോബ്ലംസ് ഇല്ലാതെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ്. ഇപ്പൊ ഈ പറയുന്ന റോസ് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വളർത്തേണ്ടി വരുന്ന ചെടികളെ നമ്മൾ ഒഴിവാക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് അധികം കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെ ഓർഗാനിക് മാന്യൂറിൽ ഒക്കെ ഉപയോഗിച്ച് ഓർഗാനിക് ഫാമിംഗ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചെടികളാണ് എടുക്കുന്നത്. കാരണം ഈ ചെടികൾ വളരാതെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നാൽ കുട്ടികൾക്ക് അത് ഭയങ്കര എഫക്റ്റഡ് ആണ്. അപ്പോൾ അത് കാരണം നമ്മൾ മെയിനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഇപ്പൊ കോളിഫ്ലവർ ഒക്കെ നട്ടിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ. കോളിഫ്ലവർ നട്ടിട്ട് അത് നല്ല രീതിയിൽ, അഫ്കോഴ്സ് ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഒരു ഹെൽപ്പ് വേണം, ഒരു അഡൾട്ടിന്റെ ഹെൽപ്പ് എന്തായാലും വേണ്ടി വരും. കുട്ടികൾക്ക് തനിയെ ആദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ചെയ്ത് കുട്ടികൾക്ക് അവർ സ്വന്തമായിട്ടൊരു വരുമാനവും കൂടെ ഇതിൽ നിന്നും കിട്ടുവാണെങ്കിൽ നല്ലതാണ്. തെറാപ്പി ഒരു ആസ്പെക്ട് ആണ് ഇതിൽ മറ്റൊരു തലത്തിലേക്ക്. സോ ഒരു സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിർത്താൻ പറ്റുക എന്നുള്ളതും കൂടെ ഇതിലുണ്ട്. അത് സെക്കൻഡറി ഒബ്ജക്റ്റീവ് ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അവരുടെ ആ ലിമിറ്റേഷൻസ്, അവരുടെ ചലഞ്ചസ് എന്താണോ ആ ചലഞ്ചസിനെ ഓവർകം ചെയ്യാന്നുള്ളത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിനെ ഒരു ഓക്യുപ്പേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ വൊക്കേഷണൽ ട്രെയിനിങ് ആയിട്ട് കൊടുക്കുക. സോ ദാറ്റ് അവർ പഠിച്ച് അവർ വീട്ടിൽ ചെന്നിട്ട് ചെറിയൊരു നഴ്സറി അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു നേരത്തെ വീട്ടിലേക്കെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുക. കാരണം പേരൻസ് ഇങ്ങനത്തെ കുട്ടികളെ വളർത്തുന്ന പേരൻസിന് വളരെ വിഷമമാണ്. അവരെ ഒരു സ്വന്തം കാലിൽ നിർത്തുക എന്നുള്ളത് അവരുടെ കാലത്തിന് ശേഷം ഇവരെന്ത് ചെയ്യും എന്നുള്ളതൊക്കെ വളരെ വിഷമിക്കുന്ന പേരൻസാണ്. അപ്പോൾ ഇവർക്കൊരു നേരത്തെ ആഹാരം മീൻസ് ഒരു എന്താ പറയുക, ഒരു തോരത്തിനുള്ളൊരു സംഭവം അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ അവസാനിക്കുകയാണ് മാഡം. വളരെയധികം നന്ദി. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. സാമൂഹ്യ പാഠത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.